ജൂൺ 23 തിങ്കളാഴ്ച. മത്തായി 7:1-5 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു അധ്യാപിക തൻ്റെ വിദ്യാർത്ഥികൾക്ക് ഈ ഹോംവർക്ക് നൽകി. ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളുടെ അമ്മയെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അഭിനന്ദിക്കണം. അടുത്ത ദിവസം വിദ്യാർത്ഥികൾ ആ അസൈൻമെൻറ്റിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. ഒരു ആൺകുട്ടി പറഞ്ഞു, അത് വലിയൊരു ദുരന്തമായിരുന്നു. അത്താഴത്തിന് ശേഷം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതൊരു മികച്ച ഭക്ഷണമായിരുന്നു. അമ്മ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? എന്തെങ്കിലും ഒപ്പിച്ചോ? ഒന്നുമില്ല, ഞാൻ പറഞ്ഞു, ഭക്ഷണം ശരിക്കും നല്ലതായിരുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, ശരി, ഇത്രയ്ക്ക് നല്ലതായിരുന്നെങ്കിൽ ഇനി പാത്രങ്ങൾ കഴുകി നിൻ്റെ ആ നന്ദി കാണിക്കുക. ആ കുട്ടി ഉദ്ദേശിച്ചത് അഭിനന്ദനമാണ്. പക്ഷേ അവൻ്റെ അമ്മ ഒരു തെറ്റായ നിഗമനത്തിലെത്തി. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ വിധിക്കരുത്. നമ്മളിൽ മിക്കവർക്കും വിധിക്കാതിരിക്കുക പ്രയാസമാണ്. ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് വിധിക്കരുത്. പക്ഷേ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കുമാണ്. വാസ്തവത്തിൽ സാഹചര്യം അത് ആവശ്യപ്പെടുന്നു. നമ്മൾ മിക്കപ്പോഴും പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ആളുകളെയും വിധിക്കുന്നത് അതുകൊണ്ടാണ്. ഏതാണ് നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്നറിയാൻ നാം വിധിക്കണം. ഒരു മത്സരത്തിൽ ആരാണ് വിജയിക്കേണ്ടതെന്ന് നമ്മൾ വിലയിരുത്തുന്നു. ഒരു ജോലിക്ക് ഏറ്റവും നല്ല അപേക്ഷകനെ കണ്ടെത്തുന്നതിന് നമ്മൾ വിധിക്കുന്നു. ആരാണ് എൻ്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ അടുത്ത സുഹൃത്ത് ആകേണ്ടതെന്ന് നമ്മൾ വിധിക്കുന്നുണ്ട്. പ്രശ്നം നമ്മൾ വിധിക്കുന്ന രീതിയിലാണ്. പലരും വിധിക്കുന്നത് കുറ്റപ്പെടുത്താനാണ്. അവരുടെ പക്ഷപാതങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, വ്യക്തിപരമായ നിലവാരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് നാം വിധിക്കുന്നത്. ദൈവം ആത്യന്തികമായി ഏക വിധികർത്താവുമാണെന്ന് നമ്മൾ മറക്കുന്നു. മറ്റുള്ളവരുടെ മനസ്സിലും ഹൃദയത്തിൽ എന്താണ് ഉള്ളതെന്ന് വായിച്ചറിയാൻ നമുക്ക് കഴിയാത്തതിനാൽ അവരെ വിധിക്കാൻ നമുക്ക് അനുവാദമില്ല അല്ലെങ്കിൽ അധികാരമില്ല. ദൈവത്തിന് മാത്രമേ ആ കഴിവുള്ളൂ. ദൈവത്തിന് മാത്രമേ അവൻ്റെ സൃഷ്ടിയെ വിധിക്കാൻ കഴിയൂ. ഇന്ന് നിങ്ങളോടും മറ്റുള്ളവരോടും കൂടുതൽ അനുകമ്പയും ധാരണയും ഉണ്ടാകുന്നതിന് നിങ്ങളുടെ കണ്ണിലെ തടിക്കഷ്ണം നീക്കം ചെയ്യാൻ യേശുവിനോട് അപേക്ഷിക്കുക. നമ്മൾ വിധിക്കുകയാണെന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ അല്പം പിന്നോട്ട് മാറി ബോധപൂർവം ആ വിധി ഉപേക്ഷിക്കാൻ നോക്കുക. എല്ലാത്തിനുമുപരി വിധിക്കാൻ നമ്മൾ ആരാണ്? മുഴുവൻ കഥയും അറിയാതെ മറ്റുള്ളവർ നമ്മെ വിധിക്കുമ്പോൾ നമ്മൾ അത് വിലമതിക്കുന്നില്ല. ആരും സ്വയം വിധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മറ്റുള്ളവരെ വിധിക്കുന്നത് നമുക്ക് അല്പം മാറ്റിവെക്കാം. നിങ്ങൾ വിധിക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കുക. കാരണം ന്യായവിധി നമ്മുടെ പ്രവൃത്തിയല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തെ ദൈവമായിട്ട് നമുക്ക് കാണാം. പരസ്പരം വിധിക്കുന്നതിന് പകരം മാനസികമായും വൈകാരികമായും ആത്മീയമായും വളരാൻ നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഈ ലോകം എത്രയോ സമാധാനപരവും പുരോഗമനപരവുമാകും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.